അപ്പോൾ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്ഥിരം ലൊക്കേഷൻ ആയിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഏത് നടൻ്റെ വീട്ടിലേക്കാണ് പോകണമെന്ന് അറിയാം. അദ്ദേഹത്തിൻ്റെ റോളുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് വില്ലനിസം ആയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ താടിയും മുടിയും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചു. അന്നത്തെ സിനിമകളിലൊക്കെ ഏകദേശം അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള റോളുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരേ ടൈപ്പ് വേഷങ്ങളൊക്കെയാണ് അദ്ദേഹം ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മധുപാൽ സാർ. മധുപാൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന കുറേ കഥാപാത്രങ്ങളുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു 90-ലായിരിക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ കിടിലം വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. സാധാരണ ടൈപ്പ് വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് അദ്ദേഹം ചെയ്ത ഈ നെഗറ്റീവ് റോളുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മധുപാലിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് കവടിയാറിലാണ്. അപ്പോൾ തിരുവനന്തപുരം കവടിയാറിലുള്ള ബെൽ ഹെവൻ ഗാർഡൻസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് മധുപാൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ ഓഫീസേഴ്സിൻ്റെയൊക്കെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വെറൈറ്റിയിലുള്ളൊരു വീട് കണ്ടിട്ടു. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരുപാട് പഴക്കമുള്ള സാധനങ്ങൾ വിൽക്കുന്ന സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പ് പോലുള്ളൊരു വീടും ഷോപ്പും എല്ലാം കൂടെ ഇങ്ങനെ നടത്തുകയാണ്. സംഭവം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഒരു പഴയ മോഡൽ കാർ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഈ കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പഴക്കമുള്ള വണ്ടിയാണ്. കാരണം അത് പണിഞ്ഞെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. തൊട്ട് മുന്നിലായിട്ട് മറ്റൊരു കാർ കിടക്കുന്നുണ്ടോ, ഹോണ്ടയുടെ. ഇത് നമ്മുടെ സിനിമാ താരം ബിജു മേനോൻ്റെ കാറാണ്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ അദ്ദേഹം മേടിച്ചതാണ് ഈ ഒരു കാറ്. ജസ്റ്റ് ഈ ഒരു പഴയ മോറിസ് ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങോട്ടൊന്ന് കയറിയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് അവിടെ ഉടക്കി നിന്നു. ഒരുപാട് സാധനങ്ങൾ സെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ ഇതൊക്കെ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം കവടിയാറാണ്. ബെൽ ഹെവൻ ഗാർഡൻ എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷൻ. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ മധുപാൽ സാറിൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഫ്ലാറ്റുകളും അതേപോലെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. സത്യം പറഞ്ഞാൽ സിറ്റിക്കുള്ളിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്ന് എന്നെ മനസ്സിലാക്കാൻ പാടാണ്. ഇവിടെ എവിടെ നോക്കിയാലും പഴയതും പുതിയതുമായിട്ടുള്ള വീടുകൾ കാണാം. പക്ഷേ ഇവിടെ കൂടുതൽ ഞാൻ കാണുന്നത് പഴയ മോഡൽ വീടുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബെൽ ഹെവൻ ഗാർഡൻസ് വഴി ജസ്റ്റ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഭീമ ജുവല്ലറിയുടെ ഓണറിൻ്റെ വീടുള്ളത്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ നടന്ന് എത്തിയിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ? ഇതാണ് നമ്മുടെ ഭീമ ജുവല്ലറിക്കാരുടെ വീട് കേട്ടോ. അപ്പോൾ അത് ഈ ബെൽ ഹെവൻ ഗാർഡൻ്റെ അകത്താണ് കേട്ടോ. ഇവിടെ ഒരുപാട് കിടന്ന വീടുകളിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഏതാണ് വീട് എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ സംഭവം ഇതാണ്. അപ്പോൾ ഭീമ ജുവല്ലറിക്കാരെ വീട് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മുന്നോട്ട് നടക്കുവാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് മധുപാലിൻ്റെ വീടുള്ളത് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാൻ നടന്ന് ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോർണർ തിരിഞ്ഞ് ഫസ്റ്റ് കാണുന്ന വീടാണ് മധുപാലിൻ്റെ വീട്. ഞാനിവിടെ എത്തുമ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ അല്ല താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ മുന്നിലായിട്ട് കാണുന്ന ഈ ഒരു വീട്ടിലായിരുന്നു മധുപാൽ കുറേ കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ അടുത്ത ടൈമിൽ അദ്ദേഹം ഇവിടെ നിന്ന് മാറി മറ്റൊരു വീട്ടിലേക്ക് പോയി എന്നറിയുന്നുണ്ട്. ഗൈസ്, ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള പണ്ഡിറ്റ് കോളനി എന്ന് പറഞ്ഞ സൈഡിലാണ് കേട്ടോ. ഞാൻ മധുപാൽ സാറിൻ്റെ ആദ്യം താമസിച്ചിരുന്ന ഒരു വീട് തിരക്കിയാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേഷനൊന്നും ഇവിടെ ആർക്കും അറിയത്തില്ല. കാരണം നേരത്തെ അദ്ദേഹം കുറേ നാൾ ഇവിടെ താമസിച്ചിരുന്നെങ്കിലും പിന്നെ ഇവിടെ നിന്ന് അദ്ദേഹം മാറിപ്പോയി. അപ്പോൾ ഞാനിവിടെ വരുമ്പോഴേ മറ്റൊരു നടിയുടെ വീട് ഇവിടെയാണ് എന്ന് പറയുന്നു. വീടല്ല, ഫ്ലാറ്റ്. കുറേ കൊല്ലം ഇവിടെയാണ് അവർ താമസിച്ചിരുന്നതെന്നാണ് പറയുന്നത്, ഫാമിലി ആയിട്ട്. അപ്പോൾ ആ ഒരു ഫ്ലാറ്റാണ് നമ്മുടെ മുന്നിലായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഫ്ലാറ്റിലാണ് നമ്മുടെ നസ്രിയ താമസിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരത്തി ചെറുപ്പം മുതൽ സിനിമയിൽ വരുന്നത് വരെ ഏകദേശം ഇവിടെ തന്നെയാണ് താമസിച്ചത്. പിന്നെയാണ് ഈ കാണുന്ന ഫ്ലാറ്റ് അവർ വിട്ടത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വാടകയ്ക്കായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടായിരുന്നു എന്നറിയത്തില്ല. എന്തായാലും ഇവിടെയാണ് കുറേ കൊല്ലം താമസിച്ചിരുന്നത്. നമ്മുടെ ഈ കൈരളിയിലും അതേപോലെ പല ചാനലുകളിലും TV ഷോയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ വീട്ടിൽ നിന്ന് നോക്കിയാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. മമ്മൂട്ടിയുടെ കൂടെയൊക്കെയുള്ള ചില പടങ്ങളിലൊക്കെ വരുന്ന ടൈമിലും ഈ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള കാഞ്ഞിരംപാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഈ കാഞ്ഞിരംപാറയിലാണ് അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഒരു പക്ഷേ അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ഇവിടെ വീടുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഇദ്ദേഹം താമസിച്ചിരുന്ന ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയതിനു ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിനകത്താണ് അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ കൊല്ലങ്ങളായിട്ട്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ മധുപാൽ സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. കാഞ്ഞിരമ്പാറ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ലാസ്റ്റിലായിട്ട് ആ റെഡ് കാർ കിടക്കുന്നുണ്ടോ, അതാണ് പുള്ളിയുടെ വീട്. അതിൽ ചേർന്നാണ് വണ്ടി അവിടെ ഇട്ടിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ മുന്നിൽ സാക്ഷാൽ മധുപാൽ സാറുണ്ട്. സാറിനെ തിരക്കി അവിടെ വന്നപ്പോൾ സാർ വീട്ടിലുണ്ടായിരുന്നു. എവിടെയോ പോകാനായിട്ട് ധൃതിപ്പെട്ടിരിക്കുകയാണ്. നമസ്കാരം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഓണം കാലമാണിത്. ഓണം മനോഹരമായിട്ട് സന്തോഷമായിട്ട് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഞാനിപ്പോൾ മധുപാൽ സാറിനെ കണ്ടു. അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ കുറേ നേരം അദ്ദേഹവുമായിട്ട് അവിടെ സംസാരിച്ചിരുന്നു. അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം അങ്ങനെ ചാനൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. യൂട്യൂബേഴ്സൊക്കെ വന്നാൽ തന്നെ യൂട്യൂബിലൊന്നും അങ്ങനെ വരുന്നോ വീഡിയോ എടുക്കുന്നതൊന്നും വലിയ താല്പര്യമുള്ള ആളൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഒരു പ്രത്യേക ഒരു സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ്. എന്തായാലും നമ്മുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷമാണ് അദ്ദേഹം നമുക്കൊരു ഓണാശംസകളൊക്കെ തന്നേട്ടോ. നമ്മളൊക്കെ ഈ സിനിമയിലൊന്നും കാണുന്നതൊക്കെ അല്ലേ അദ്ദേഹമൊക്കെ വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെയൊക്കെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് യാതൊരു ഇതുമില്ല. അദ്ദേഹത്തിൻ്റെ പഴയ പടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവൽ വേറെയാണ്. അന്നത്തെ സമയത്ത് അദ്ദേഹത്തിനെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ, 90കളിലൊക്കെ ഇറങ്ങിയ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വില്ലനിസം ഒരു പ്രത്യേക വില്ലനിസം ആയിരുന്നു. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം വില്ലനായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പറയുന്നത് എന്തും അവർ ചെയ്യും. അന്നത്തെ നായകന്മാരെയും കുഴിയിൽ ചാടിക്കുന്ന ഒരു സ്വഭാവവും അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഡ്രഗ്സ് മാഫിയയുടെ സംഭവമായിട്ട് നടക്കുന്ന ഒരു ആളായിട്ടൊക്കെയാണ് പല സിനിമകളിലും അദ്ദേഹത്തിന് വേഷങ്ങൾ കിട്ടിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം അല്ലാത്ത സിനിമകളിലും ചെയ്തിട്ടുണ്ട്. നല്ല നല്ല വേഷങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഓർത്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളായിരിക്കും മുന്നോട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. മധുപാൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അറിയത്തില്ല. എന്തായാലും 90കളിൽ ഇറങ്ങിയ സിനിമകളിലൊക്കെ നല്ല നല്ല കിടിലം നെഗറ്റീവ് റോളുകളും അല്ലാത്ത റോളുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് രാവണപ്രഭുവിലെ ആ ഒരു കഥാപാത്രം എപ്പോഴും ഓർത്തിരിക്കുന്നതാണ്. വേറെ ഒരുപാടുണ്ട് കേട്ടോ, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ചെറിയ റോളുകളാണെങ്കിൽ പോലും ചിലത് നല്ല രീതിയിൽ ഓർത്തിരിക്കുന്ന റോളുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കിലുകിൽ പമ്പരം എന്ന സിനിമയിൽ ഡ്രഗ്സൊക്കെ അഡിക്റ്റ് ആയിട്ട് ഒരു കഥാപാത്രമുണ്ട്. അവസാനം അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 90കളിലെ പിള്ളേർ ഏകദേശം പേടിച്ച ഒരു മുതലാണ്. 90കളിലൊക്കെ ഉള്ള പിള്ളേർക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലനിസം. അതിലൊരു സിനിമയാണ് സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. അപ്പോൾ ആ സിനിമയിൽ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ളൊരു ക്രിമിനൽ മൈൻഡുള്ള കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രത്യേക രീതിയിലുള്ള അഭിനയവും അദ്ദേഹത്തിൻ്റെ മുടിയും അദ്ദേഹത്തിൻ്റെ താടിയും എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു വശപ്പിശക് തോന്നുന്ന അങ്ങനത്തെ ചില കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിനായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. എല്ലാവർക്കും ഈ ഒരു ഓണം നല്ലൊരു ഓണമായി മാറട്ടെ.